ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ IR സ്പെക്ട്രോസ്കോപ്പി അതുപോലെ തന്നെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ അതിനകത്ത് എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ കാര്യങ്ങൾ അപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. IRൻ്റെ അപ്ലിക്കേഷൻസ് ഞാൻ അതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ, പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മാസ് സ്പെക്ട്രോസ്കോപ്പി, നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ പറയുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് നമ്മളൊരു സാമ്പിളിനകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റ് അത് അബ്സോർബ് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് എത്രത്തോളം ലൈറ്റ് അതിനകത്ത് നമ്മൾ അബ്സോർബ് ചെയ്യുന്നു അതൊക്കെയാണ് നമ്മളവിടെ നോക്കിയിരുന്നത്. ഇവിടെ നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു മിക്സ്ചർ ഓഫ് മോളിക്യൂൾസ്, ഒരു സാമ്പിളിനകത്ത് ഒരു മിക്സ്ചർ ഓഫ് സാമ്പിൾ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാസ് സ്പെക്ട്രോമെട്രി വെച്ചിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മറ്റതിൽ നിന്ന് വ്യത്യാസമായിട്ട് മെയിനായിട്ട് വരുന്നില്ലെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളതിനെ അയണൈസ് ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ മോളിക്യൂൾസിനെ അയണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കൊണ്ടുപോകണം. എന്നിട്ട് അതിനെ അയോൺസ് ആക്കി മാറ്റണം, അതായത് ചാർജുള്ള മോളിക്യൂൾസ് ആക്കി മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് മാസ് സ്പെക്ട്രോസ്കോപ്പിനകത്ത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതിനകത്ത് ആദ്യം അതിനെ അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് അയോൺസ് കിട്ടും. ചില സമയത്ത് നമ്മൾ ഈ അയോൺസിനെ വീണ്ടും എന്ത് ചെയ്യും, ഫ്രാഗ്മെൻറ്റ് ചെയ്യും, വീണ്ടും ഫർദറായിട്ട് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള അയോൺസിന് നമ്മൾ ഫ്രാഗ്മെൻറ്റ് അയോൺസ് എന്ന് പറയും. എന്താണ് ഫ്രാഗ്മെൻറ്റ് അയോൺസ് എന്ന് പറയും. അപ്പോൾ ഏതൊരു കോമ്പൗണ്ട് ആയാലും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അയോണൈസേഷൻ ചെയ്യണം. പിന്നെ ചില കോമ്പൗണ്ട്സിന് മാത്രം നമ്മൾ ഫർദറായിട്ട് എന്ത് ചെയ്യും, ഫ്രാഗ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് അയോൺസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 11 ആണല്ലേ. അപ്പോൾ നമ്മൾ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നമ്മൾ വിട്ടുകൊടുത്താൽ അത് 10 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അറ്റോമിക് നമ്പർ 11 എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്, 10 ആണ് അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലേ Na+Cl- എന്ന് കാണുന്നില്ല. അതിനർത്ഥം എന്താണ്, ഈ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇത് ക്ലോറിന് വിട്ടുകൊടുത്തു അല്ലെ. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 17. അതൊന്ന് സ്വീകരിച്ച് അത് 18 മാറുന്നു. ഇതൊന്ന് ലോസ് ചെയ്തിട്ട് 10 മാറും. അപ്പോൾ ഒന്ന് ലോസ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും, സ്വീകരിക്കുമ്പോൾ അത് Cl- ആയിട്ട് മാറും. ലോസ് ഓഫ് ഇലക്ട്രോണും ഗെയിൻ ഓഫ് ഇലക്ട്രോണും. അപ്പോൾ Na+Cl- ഇങ്ങനെയുള്ള അയോൺസ് ആയിട്ട് അത് മാറുന്നു. ഇതാണിപ്പോൾ നമുക്ക് ഏതിനകത്ത് ചെയ്യുന്നുള്ളത്, നമ്മുടെ മാസ് സ്പെക്ട്രോസ്കോപ്പിനകത്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ അവിടെ മാസ് ടു ചാർജ് റേഷ്യോയിലാണ് നമ്മുടെ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. ക്രൊമാറ്റോഗ്രഫി പോലെ തന്നെ ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇവിടെ മാസ് ടു ചാർജ് റേഷ്യോയിലാണ് നമ്മൾ എന്തിനെ സെപ്പറേറ്റ് ചെയ്യുക, മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാത്തിൻ്റെയും ചാർജ് സെയിം ആണെങ്കിൽ നമ്മളെങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, ബേസ്ഡ് ഓൺ ദ മാസ് അല്ലേ. എല്ലാത്തിൻ്റെയും അയണൈസ് ചെയ്തു നമ്മൾ. അപ്പോൾ ചില സമയത്ത് എന്ത് സംഭവിക്കും, എല്ലാത്തിൻ്റെയും ചാർജ് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മാസിൻ്റെ ബേസിസിലായിരിക്കും അതിനെ സെപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് എന്തെന്ന് പേര് വന്നത്, മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് നമ്മളിവിടെ ഇത്ര നേരം പറഞ്ഞത്. അതിനകത്ത് എന്ത് പറഞ്ഞു, മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് നമ്മൾ അയണൈസേഷൻ ചെയ്യണം അല്ലേ. അയണൈസേഷൻ ചെയ്തിട്ട് എന്താണ് അയോൺസ് ആക്കി മാറ്റണം. അങ്ങനെ അയോൺസിൻ്റെ ചാർജൊക്കെ സെയിം ആയാൽ നമ്മൾ അതിനെന്ത് ചെയ്യും, ആ മാസിൻ്റെ ബേസിസിൽ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെന്ത് നമ്മളെന്ത് പറയുക, മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ്, മാസ് ചാർജ് റേഷ്യോയിലാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മളെന്താ പറഞ്ഞാൽ അയോൺസ് ആക്കി മാറ്റും എന്ന് പറഞ്ഞില്ലേ. ഈ അയോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളതിനെ പാസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളതിനെ പാസ് ചെയ്യും. അങ്ങനെ ഈ അയോൺസിനെ ഇങ്ങനെ ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്, സാമ്പിൾ ഇലക്ട്രോൺ സോഴ്സ്, അതിങ്ങനെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അയോൺസ് എന്താവും, ഇവിടെ എത്തുമ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ മോളിക്യൂൾസിൻ്റെയും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്, അതായത് അത്രയൊന്നും മാസ് ഇല്ലാത്തത് അല്ലേ, ലൈറ്റ് മാസ് കുറവുള്ളവർ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഹെവി ആയിട്ടുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ കുറച്ച് ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് മോളിക്യൂൾസ് ആയിരിക്കും, വെയിറ്റ് കുറവായിരിക്കും. പിന്നെ ഹയസ്റ്റ് മാസ് ലെവൽ അല്ലെങ്കിൽ ഹെവി മാസ് ലെവൽ എന്ത് ചെയ്യും, ലെസ് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മളത് മെഷർ ചെയ്യും.
ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞാൽ അയോൺസ് ഉണ്ടാക്കുന്നു. അയോൺസിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അയോൺസ് ഡിഫ്ലക്റ്റ് ചെയ്യും. സോ ദ അയൺ വിത്ത് ദ ലീസ്റ്റ് മാസിലവർ മോസ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹയസ്റ്റ് മാസിലവർ ലീസ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ടാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ അയോൺസ് എന്ന് പറയുമ്പോൾ അവർ ചാർജ്ഡ് ആണല്ലോ. അപ്പോൾ അവരവിടെ എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ബീം ഓഫ് കറണ്ട് അവിടെ അവരുണ്ടാക്കുന്നുണ്ട്. ആ കറണ്ടിനെയും നമ്മൾ മാസ് സ്പെക്ട്രം വെച്ചിട്ട് മെഷർ ചെയ്യും. എന്താണ് മാസ് സ്പെക്ട്രം വെച്ചിട്ട് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക് കറണ്ടും മെഷർ ചെയ്യും. എന്താണ് മാസ് സ്പെക്ട്രം. അപ്പോൾ ഈ മാസ് സ്പെക്ട്രത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ മോളിക്കുലർ വെയിറ്റൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഡിഫ്ലക്ഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ലീസ്റ്റ് ഡിഫ്ലക്റ്റഡ് ആവുന്നുള്ളത് ആരാണ്? ലീസ്റ്റ് ഡിഫ്ലക്റ്റഡ് ആവുന്നുള്ളത് ഹയ്യസ്റ്റ് മാസുള്ളവർ. ലീസ്റ്റ് മാസുള്ളവർ മോസ്റ്റ് ഡിഫ്ലക്റ്റഡ് ആയിരിക്കും. പിന്നെ അവരൊരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മാസ് സ്പെക്ട്രം വെച്ച് കണ്ടുപിടിക്കും. പിന്നെ ആ മാസ് സ്പെക്ട്രത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മാസ് സ്പെക്ട്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണ്ടേ, അതായത് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ നോക്കണ്ടേ, എങ്ങനെയാണ് ആ ഇൻസ്ട്രുമെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ യു വിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ക്സിനോൺ ലാമ്പ് അല്ലെങ്കിൽ ഡ്യൂട്ടീരിയൻ ലാമ്പൊക്കെയാണ് നമ്മൾ അതിനകത്ത് ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 3 മെയിൻ കോമ്പോണൻസ് ആണ് ഉള്ളത്, 3 ഉണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുമ്പോൾ ഒരു അയണൈസേഷൻ സോഴ്സ്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്, അയണൈസേഷൻ സോഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഒരു മാസ് അനലൈസർ ഉണ്ട്. ഓരോന്നിൻ്റെയും മാസ് നമുക്ക് അനലൈസ് ചെയ്യണ്ടേ, അങ്ങനെ ഒരു മാസ് അനലൈസർ ഉണ്ട്. പിന്നെ ഒരു അയോൺ ഡിറ്റക്ടറും ഉണ്ട്. അങ്ങനെ അയോൺ ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ ഇത് 3 മെയിനായിട്ട് നമ്മുടെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു മാസ് സ്പെക്ട്രോസ്കോപ്പിനകത്തുള്ള 3 കോമ്പോണൻസ്. അപ്പോൾ ഒരു അയണൈസേഷൻ സോഴ്സിൽ നിന്ന് എന്താണ് അതിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു, എന്നിട്ട് അത് ഡിറ്റക്ടറിലേക്ക് പാസ് ചെയ്യുന്നു. ഇതാണ് എന്താണ് അയണൈസേഷൻ സോഴ്സ്, ഇത് മാസ് അനലൈസർ, ഇത് ഡിറ്റക്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഒരു സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. നമ്മൾ സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സാമ്പിൾ ഇൻട്രൊഡക്ഷൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ സാമ്പിളിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അയണൈസേഷൻ അല്ലേ, പലതരത്തിലുള്ള അയണൈസേഷൻ ഉണ്ട്, നമ്മൾ പഠിക്കും. അയണൈസേഷൻ മെത്തേഡിലേക്ക് നമ്മളതിനെ കൊണ്ടുപോകണം. അപ്പോൾ സാമ്പിളിനെ നമ്മൾ ഈ എന്താണ് എവിടെയാണ് കൊണ്ടുപോകുന്നത്, അയണൈസേഷൻ സോഴ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ അയണൈസേഷൻ സോഴ്സിൽ നിന്ന് അത് അയോൺസ് ആയിട്ട് മാറിയിട്ടാണ് പിന്നെ അത് മൂവ് ചെയ്യുന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സാമ്പിൾ എൻ്റർ ചെയ്യുന്നു. സാമ്പിൾ ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നുള്ളത്, ഇലക്ട്രോൺ ബീം സോഴ്സ് വരുന്നുള്ളത്. നമ്മൾ ഇലക്ട്രോൺ ബീം സോഴ്സ് ഇവിടെ വരും. അതിനുശേഷം ഇവിടെ അയോൺസ് ഉണ്ടാവുന്നു അല്ലേ. സാമ്പിൾ വരുന്നു, ഇലക്ട്രോൺ ബീം സോഴ്സ് വരുമ്പോൾ ഇവിടെ അയണൈസേഷൻ നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് അയോൺസ് ആയിട്ട് മാറുന്നു. അത് പിന്നീട് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ പാസ് ചെയ്യുന്നു. അത് അവിടെ വെച്ചിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് നമ്മളൊരു ഡിറ്റക്ടറിൽ വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. ഇതാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സാമ്പിൾ ഇൻട്രൊഡക്ഷൻ്റെ കേസിൽ പറയുമ്പോൾ സാമ്പിൾ നമ്മളിപ്പോൾ എന്താണ് വാക്വത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സാമ്പിൾ മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു വാക്വം. ഓക്കെ. പിന്നെ വാപ്പറൈസ്ഡ് ഫോമിലായിരിക്കണം നമ്മളെപ്പോഴും സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഏത് ഫോമിലാണ്, വാപ്പറൈസ്ഡ് ഫോം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷമാണല്ലോ നമ്മൾ ഇലക്ട്രോൺസിന് കൊടുക്കുന്നുള്ളത്. എന്നാൽ മാത്രമേ അവിടെ അയണൈസേഷൻ നടക്കുള്ളൂ. പ്രോപ്പറായിട്ട് അയണൈസേഷൻ നടക്കണമെങ്കിൽ നമ്മളെപ്പോഴും അതിന് വാപ്പറൈസ്ഡ് ഫോമിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയണൈസേഷൻ ചെയ്യാൻ പറ്റും. ഏത് തരത്തിലായാലും നമുക്ക് ആ സാമ്പിളിന് വാപ്പറൈസ്ഡ് ഫോമിലുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്, അതിനെ അയണൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ സാമ്പിൾ ഇൻട്രൊഡക്ഷൻ തന്നെ പലതരത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനകത്ത് ഒന്നാണ് ബൈ പ്ലേസിങ് ദ സാമ്പിൾ ഓൺ എ പ്രോബ്. അതായത് ഒരു പ്രോബിനകത്ത് നമ്മുടെ സാമ്പിൾ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സാമ്പിളിനെ ഈ വാക്വത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ക്യാപ്പില്ലറി ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്യാപ്പില്ലറി ഇൻഫ്യൂഷൻ? അപ്പോൾ നമുക്ക് പ്രോബിൻ്റെ കൂട്ടത്തിൽ ബൈ പ്ലേസിങ് ദ സാമ്പിൾ ഓൺ എ പ്രോബ് അങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാപ്പില്ലറി ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെയും നമ്മുടെ സാമ്പിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇതിനകത്തേക്ക് നമ്മുടെ എന്താണ് മാസ് സ്പെക്ട്രോസ്കോപ്പിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഏത് മെത്തേഡായാലും നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റീസിലേക്കായിരിക്കും നമ്മുടെ സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നേരെ എങ്ങോട്ടേക്കാണ് പോവുക, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അയണൈസേഷൻ ചേമ്പറിലേക്കാണ് ആദ്യം പോകേണ്ടതെന്ന്. അപ്പോൾ ആ സാമ്പിൾ ആദ്യം പോവുക നമ്മുടെ അയണൈസേഷൻ
ചേമ്പറിലേക്കാണ്. അയണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വരിക? അയണൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ മോളിക്യൂളിന് ഒരു ചാർജ് കൊടുക്കുക, അതിനെയാണ് നമ്മൾ മെയിനായിട്ട് അയണൈസേഷൻ എന്ന് പറയുന്നത്. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്. ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇലക്ട്രോൺ ബീംസ് കൊടുക്കുക എന്ന്, അപ്പോൾ അത് ഇലക്ട്രോൺ അയണൈസേഷൻ ആയിട്ട് മാറും. എന്താണ്? ഇലക്ട്രോൺ അയണൈസേഷൻ. ഒന്നാമത്തെ എന്താണ്? ഇലക്ട്രോൺ അയണൈസേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോൺ ബൊംബാർഡ്മെൻറ്റ്. ഇലക്ട്രോൺ ബൊംബാർഡ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇമ്പാക്റ്റ് മെത്തേഡ് എന്ന് കൂടി പറയാം. ഇലക്ട്രോൺ ബൊംബാർഡ്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇമ്പാക്റ്റ് മെത്തേഡ് എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പിൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് എന്താക്കി മാറ്റുന്നത്? വേപ്പറാക്കി മാറ്റുന്നത്. ഹീറ്റ് ചെയ്തിട്ട് വേപ്പറാക്കി മാറ്റും. എന്നിട്ടാണ് അത് അയണൈസേഷൻ റീജിയനിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇലക്ട്രോൺ ബീംസ് വരും അല്ലേ? ഇലക്ട്രോൺ അയണൈസേഷൻ എന്നല്ലേ പറഞ്ഞത്, ഇലക്ട്രോൺ ബൊംബാർഡ്മെൻറ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോൺ ബീംസ് വരും. അതിൻ്റെ വോൾട്ട് എത്രയായിരിക്കും? 70 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? 70 ഇലക്ട്രോൺ വോൾട്ടിലുള്ള ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ സാമ്പിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് അയണൈസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ എത്രയാണ്? 70 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് നമ്മുടെ സാമ്പിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അയണൈസേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നു. എന്തായിട്ട് മാറുന്നു? അയോൺസ് ആയിട്ട് അവിടെ മാറുന്നു. ഇവിടെ നമ്മുടെ ഈ മെത്തേഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ടൈപ്പാണല്ലോ, അതാണ് ഇലക്ട്രോൺ അയണൈസേഷൻ. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 400 ഡാൾട്ടൺസ് വരെ മോളിക്കുലർ വെയിറ്റുള്ള അപ് ടു 400 ഡാൾട്ടൺസ് വരെയുള്ള മോളിക്യൂൾസിനാണ് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് സ്യൂട്ടബിളായിട്ട് വരുന്നുള്ളത്. മാക്രോ മോളിക്യൂൾസിന് ഇത് അത്രക്ക് ഉചിതമല്ല, നോട്ട് സ്യൂട്ടബിൾ ആണ്. ഓക്കെ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇലക്ട്രോൺ അയണൈസേഷൻ പഠിച്ചല്ലോ. ഇനി ഒന്നുള്ളത് ഇലക്ട്രോൺ സ്പ്രേ ആണ്. എന്താണ്? ഇലക്ട്രോ സ്പ്രേ ആണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഇലക്ട്രോ സ്പ്രേ എന്ന് പറയുമ്പോൾ അക്വസ് ആയിട്ടുള്ള സൊല്യൂഷൻസിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇലക്ട്രോ സ്പ്രേ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു നാരോ നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരു നാരോ ആയിട്ടുള്ള ഒരു കുഞ്ഞ് നീഡിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നീഡിലിനകത്തേക്ക്, ഇപ്പോൾ ഒരു കുഞ്ഞ് നീഡിലാണെന്ന് വിചാരിക്കുക, നമ്മുടെ സാമ്പിളിനെ നമ്മുടെ നീഡിലിനകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. എന്താ ചെയ്യുന്നുള്ളത്? നമ്മുടെ സാമ്പിളിനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നീഡിലിനകത്തേക്ക് പാസ് ചെയ്യുന്നു. ഈ നീഡിൽ എവിടെയാണ് വെച്ചിരിക്കുക? ഒരു 3.5 കിലോ വാൾട്ടൊക്കെ അത്രയും ഹൈലി വോൾട്ടേജുള്ള സ്ഥലത്തിലേക്ക് ഈ നീഡിൽ വെച്ചിട്ടുണ്ടാവുക. അതിനുള്ളിലേക്കാണ് നമ്മുടെ സാമ്പിളിനെ നമ്മൾ പാസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ നീഡിലിനകത്തുള്ള ആ ഒരു വോൾട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വോൾട്ട്, ഇതെന്ത് സംഭവിക്കും? ഇതെന്ത് ചെയ്യും? നമ്മുടെ സാമ്പിളിനെ ചാർജ്ഡ് ആക്കി മാറ്റും. എന്ത് ചെയ്യും? നമ്മുടെ സാമ്പിളിനെ ചാർജ്ഡ് ആക്കി മാറ്റും. അപ്പോൾ ഈ നീഡിലിനകത്ത് നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞ് നീഡിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം സാമ്പിൾ പിടിക്കും? കുഞ്ഞ് എമൗണ്ടിലേ പിടിക്കുള്ളൂ അല്ലേ? അപ്പോൾ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആണ് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നുള്ളത്. അത് ഓരോന്നും എന്തായിരിക്കും? ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ. സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആർ ക്രിയേറ്റഡ് ആൻഡ് ആർ ചാർജ്ഡ് ഓൺ ദെയർ സർഫസസ്. എത്രത്തോളം കുഞ്ഞ് ഡ്രോപ്ലെറ്റ് ആണോ, എത്രത്തോളം സ്മോളർ ആണോ, അത്രത്തോളം ഇലക്ട്രിക് ചാർജ് കൂടും. ഓക്കെ. അപ്പോൾ സൈസ് കുറയുന്നതിനനുസരിച്ച് ചാർജ് കൂടുകയാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ നമ്മൾ സിംഗിളി ചാർജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഇവിടെ കിട്ടുന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ്? ഇത് മാക്രോ മോളിക്യൂൾസും സ്യൂട്ടബിൾ ആണ്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇലക്ട്രോൺ സ്പ്രേ ആണ് സെക്കൻഡ് മെത്തേഡായിട്ട് ഞാൻ പറഞ്ഞത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഇലക്ട്രോ സ്പ്രേ. ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ ബീമിൻ്റെ അല്ലേ ആദ്യത്തെ പറഞ്ഞത്? ഇലക്ട്രോൺ അയണൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബൊംബാർഡ്മെൻറ്റ്, ഇലക്ട്രോൺ ഇമ്പാക്റ്റ് എന്നൊക്കെയാണ് പേര് പറഞ്ഞത്. ഇവിടെ ഇലക്ട്രോ സ്പ്രേ ആണ്. ഇവിടെ നീഡിലാണ്, ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ അതിനകത്ത് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ഡ്രോപ്ലെറ്റ്സും ചാർജ്ഡ് ആയിരിക്കും. എത്രത്തോളം സൈസ് കുറയുന്നു അത്രത്തോളം ചാർജ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് മോളിക്യൂൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. പിന്നെ ഇത് നമുക്ക് ഹൈലി മാക്രോ മോളിക്യൂൾസിനും യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ സോഴ്സ് ആകുമ്പോൾ, ഇലക്ട്രോൺ ബൊംബാർഡ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് അപ് ടു 400 ഡാൾട്ടൺ ആയിരുന്നു യൂസ് ചെയ്യാൻ പറ്റുക. ഇനി ഒരു മെത്തേഡ് കൂടിയുണ്ട് അയണൈസേഷന് വേണ്ടിയിട്ട് കേട്ടോ. തേർഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മാൽഡി എന്ന് പറയും. എന്താണ് മാൽഡി? ഓർത്ത് വെച്ചോളൂ. മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ. ഡിസോപ്ഷൻ കേട്ടോ. ഡിസോർപ്ഷൻ. ഇതാണ് മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ എന്നാണ് നമ്മളിത് പറയുന്നുള്ളത്. ഓക്കെ. ഇത് നമ്മുടെ ബിഗ് മോളിക്യൂൾസ് ആയാലും സ്മോൾ മോളിക്യൂൾസിനായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മെട്രിക് കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ
എന്താണ് വീക്കായിട്ടുള്ള ഓർഗാനിക് ആസിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ മെട്രിക്സ് അസിസ്റ്റഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ വീക്കായിട്ടുള്ള ഓർഗാനിക് ആസിഡ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, UV റേഞ്ചിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അയണൈസേഷന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിസ്റ്റലൈസേഷൻ ചെയ്യണം. എന്ത് ചെയ്യണം, ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നുണ്ട്. ആഫ്റ്റർ ദ ക്രിസ്റ്റലൈസേഷൻ നമ്മൾ എന്ത് ചെയ്യും, UV ലേസർ ബീം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ എന്താണ് ലേസർ പറഞ്ഞത്. അപ്പോൾ മെട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളതിനെ ക്രിസ്റ്റലൈസ് ചെയ്യണം. ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് നമുക്കതിലേക്ക് എന്ത് പാസ് ചെയ്യണം, UV ലൈറ്റ് പാസ് ചെയ്യണം. അങ്ങനെ ഈ UV ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ മെട്രിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഈ മെട്രിക്സ് ഈ പറഞ്ഞിരിക്കുന്ന UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. റേഡിയേഷൻ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് വേപ്പറൈസ്ഡ് ഫോമിലോട്ട് മാറും. അപ്പോൾ എന്താണ്, ക്രിസ്റ്റലൈസേഷന് ശേഷം നമ്മൾ UV പാസ് ചെയ്ത് കൊടുക്കും. ആ പാസ് ചെയ്യുമ്പോൾ അത് സംഭവിക്കും, അത് വേപ്പറൈസ്ഡ് ഫോമിലോട്ട് മാറും. പിന്നെ എന്താണ്, ആ വേപ്പറൈസ്ഡ് അനലൈറ്റ് ഉണ്ടല്ലോ, അനലൈറ്റിന് നമുക്ക് വേപ്പറൈസ്ഡ് ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പിന്നെ മെട്രിക്സിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെട്രിക്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺ ആക്സെപ്റ്ററായിട്ടും പ്രോട്ടോൺ ഡോണറായിട്ടും. പ്രോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ് അറിയാമല്ലോ, H+ അല്ലേ. പ്രോട്ടോൺ ആക്സെപ്റ്ററായിട്ടും പ്രോട്ടോൺ ഡോണറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പ്രോട്ടോൺ ആക്സെപ്റ്ററായിട്ടും പ്രോട്ടോൺ ആക്ടറായിട്ടും ആക്ട് ചെയ്യുമ്പോൾ അത് അയണൈസറായിട്ടും ആക്ട് ചെയ്യുന്നു. നമ്മുടെ അനലൈറ്റിന് അയണൈസ് ചെയ്യാനുള്ള എബിലിറ്റി മാർക്കുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മാട്രിക്സിന് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ത് നടക്കുന്നുണ്ട്, പോസിറ്റീവ് പ്രോട്ടോൺ ആക്സെപ്റ്ററും പ്രോട്ടോൺ ആക്സെപ്റ്ററും ഡോണറും രണ്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, നെഗറ്റീവ് അയണൈസേഷനും നടക്കുന്നുണ്ട്, പോസിറ്റീവ് അയണൈസേഷനും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതാണ് ഏതിൻ്റെ കേസിൽ, മാൽഡി മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ്റെ കേസിൽ നമുക്ക് നടക്കുന്നത്. അപ്പോൾ അത്രയാണ് സാമ്പിൾ ഇൻട്രൊഡക്ഷൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. സാമ്പിൾ ഇൻട്രൊഡക്ഷൻ അല്ല, അതായത് അയണൈസേഷൻ്റെ കേസിൽ 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് മാസ് അനലൈസേഴ്സ് ആണ്. ഏതാണ്, മാസ് അനലൈസേഴ്സ് അല്ലേ. ഫസ്റ്റ് കോമ്പോണൻ്റ് അതായിരുന്നു, രണ്ടാമത്തത് മാസ് അനലൈസേഴ്സ് ആണ്. ഇവിടെ അയണൈസേഷന് ശേഷം മാസ് അനലൈസേഴ്സ്. അപ്പോൾ അയണൈസേഷന് ശേഷം എന്ത് സംഭവിക്കും, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അയോൺസ് എങ്ങോട്ടേക്ക് പോകും, മാസ് അനലൈസറിലോട്ട് പാസ് ചെയ്യും അല്ലേ. മാസ് അനലൈസറിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ അയോൺസിനെ ഇവരെന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. എന്ത് ചെയ്യും, മാസ് അയോൺസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെ, മാസ് ടു ചാർജ് റേഷ്യോൻ്റെ ബേസിൽ ഇവിടെ നമ്മുടെ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആ സെപ്പറേറ്റ് ചെയ്ത അയോൺസിനെയാണ് പിന്നെ എങ്ങോട്ട് പാസ് ചെയ്യുന്നുള്ളത്, മാഗ്നറ്റിക് ഫീൽഡിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലേക്കോ ഇവർ പാസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് സംഭവിക്കും, ഡിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കോമ്പൗണ്ട്സിനെ പിന്നീട് അനലൈസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് പാസ് ചെയ്യാം, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫീൽഡിൽ നമുക്കതിനെ പാസ് ചെയ്യാവുന്നതാണ്. അതാണ് മാസ് അനലൈസേഴ്സ്. ഇനി ഡിറ്റക്ടേഴ്സ് നമുക്കറിയാമല്ലോ, ഓരോ കോമ്പോണൻറ്റ് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ഡിറ്റക്ടർ വേറെ എന്തുകൂടെ ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ ഇലക്ട്രിക് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ട് ആരാണ് നോക്കുന്നുള്ളത്, ഡിറ്റക്ടറാണ് കണ്ടുപിടിക്കുന്നുള്ളത്. സോ ദ ഡിറ്റക്ടർ ജനറേറ്റ്സ് എ സിഗ്നൽ കറണ്ട് ഫ്രം ഇൻസിഡൻറ്റ് അയോൺസ്. വന്നിട്ട് പതിക്കുന്നുള്ള അയോൺസിൽ നിന്ന് ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ ക്രൊമാറ്റോഗ്രാം ഒക്കെ കണ്ടുപിടിച്ചില്ല, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്താണ് ഒരു ഇത് കിട്ടും, പിക്ചർ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, ഫൈനലി കൺക്ലൂഷനിലേക്ക് എത്തുന്നുള്ളത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ മൾട്ടിപ്ലയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സിൻറ്റിലേഷൻ കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താണ്, ഇലക്ട്രോൺ മൾട്ടിപ്ലയറും അതുപോലെ തന്നെ സിൻറ്റിലേഷൻ കൗണ്ടർ നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഏതായാലും എന്താണ്, നമ്മുടെ അയോൺസ് വന്ന് പതിക്കുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജീനെ എന്താണ് സെക്കൻഡറി ഇലക്ട്രോൺസ് ആക്കി കൺവേർട്ട് ചെയ്യും. കൈനറ്റിക് എനർജീനെ സെക്കൻഡറി ഇലക്ട്രോൺസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ മെഷർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അതാണ് മാസ് സ്പെക്ട്രോസ്കോപ്പീൻ്റെ കാര്യങ്ങൾ. അതിനതിൻ്റെ ആപ്ലിക്കേഷൻസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം എന്താണ്, ഓർഗാനിക് കെമിക്കൽസിൻ്റെ ഒക്കെ അനാലിസിസിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് തരം, എന്താണ്, അനാലിസിസ് ഓഫ് ഓർഗാനിക് കെമിക്കൽസ്. അനാലിസിസ് ഓഫ് ഓർഗാനിക് കെമിക്കൽസിൻ്റെ ഒക്കെ അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡ്രഗ്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അൺനോൺ ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മാസ് അനലൈസർ, അത് വെച്ചിട്ട് നമുക്കതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. പ്രോട്ടീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് RNA, DNA, അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, പെപ്റ്റൈഡ്സ്, ഇതിൻ്റെയൊക്കെ എന്താണ് അനലൈസിന് വേണ്ടി നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന മാസ് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IRൻ്റെ ആപ്ലിക്കേഷൻസ് കൂടി ഒന്ന് നമ്മൾ നോക്കാനുണ്ട് കേട്ടോ.
IR സ്പെക്ട്രോസ്കോപ്പീൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് IR ക്ലോസ് ചെയ്യാം. പിന്നെ എന്താണ് വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വെറ്ററിനറി സയൻസ് ആണ് എടുക്കാൻ പോകുന്നുള്ളത് കേട്ടോ. അപ്പോൾ IRൻ്റെ അല്ലേ ഞാൻ പറഞ്ഞ IRൻ്റെ അപ്ലിക്കേഷൻസിലോട്ട് വരുമ്പോൾ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഈ FTIR എന്ന് പറയും. FTIR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. FTIR എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് IR ആണ്, IR സ്പെക്ട്രോസ്കോപ്പിയാണ്. അത് വെച്ചിട്ട് നമ്മൾ അൺനോൺ ആയിട്ടുള്ള കണ്ടാമിനൻസിൻ്റെ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് വെറൈറ്റീസിൽ ഉണ്ടാകുന്നുള്ള സെൽ വാൾസ്, അതുപോലെ തന്നെ മ്യൂട്ടൻസ്, അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്, IR യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ സ്റ്റഡീസിൽ നമ്മൾ ഈ IR യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻസിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ IR യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഓർഡറും അതുപോലെ തന്നെ ടേസ്റ്റ് കോമ്പോണൻസ് ആൻഡ് ഓർഡർ കോമ്പോണൻസ് ഓഫ് ഫുഡ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് AAS അല്ല അറ്റോമിക് അഡ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി കംപ്ലീറ്റ് ആവും. അറ്റോമിക് അഡ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ അയണൈസേഷൻ ചെയ്ത പോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അറ്റോമൈസേഷനാണ്. അറ്റോമൈസേഷനാണ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റോമൈസേഷനാണ്, അത് ഓർത്ത് വെക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മോളിക്യൂൾസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോമ്പൗണ്ട്സ് ഏതാണ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആ സാമ്പിളിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. നമ്മുടെ സാമ്പിളിൽ അല്ലെങ്കിൽ മോളിക്യൂൾസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഫ്രീ ആറ്റംസ് ഈ സാമ്പിൾ ഏത് ഫോമിലുണ്ടാവണം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുണ്ടാവണം കേട്ടോ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുണ്ടാവണം. അങ്ങനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സാമ്പിളിനകത്തുള്ള ഫ്രീ ആറ്റംസ് എന്ത് ചെയ്യും, UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. സോ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഇസ് ദ മെത്തേഡ് ബേസ്ഡ് ഓൺ ദ അബ്സോർപ്ഷൻ ഓഫ് UV ലൈറ്റ് റേഡിയേഷൻ ബൈ free atoms in the gaseous state. അപ്പോൾ എന്താണ്, AS is the method based on the adsorption of UV light or UV visible light, ultraviolet visible light radiation by the free atoms present in the gaseous state. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് UV ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നുള്ളത്. അപ്പോൾ ആ UV ലൈറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം, ഫ്രീ ആറ്റംസ് വേണം. ആ ഫ്രീ ആറ്റംസ് ഉണ്ടാക്കുന്ന ആ മെത്തേഡാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. സോ UV ലൈറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഫ്രീ ആറ്റംസ് വേണം. ഫ്രീ ആറ്റംസ് ഉണ്ടാക്കുന്നത് അറ്റോമൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴിയാണ്. കോമൺ ആയിട്ട് നമ്മുടെ ഫുഡ് അനാലിസിസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് AAS എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് നമുക്ക് പകരമായിട്ട് ICP എന്ന് പറയുന്ന ഒരു സ്പെക്ട്രോമെട്രി വന്നിട്ടുണ്ട്. അതുവരെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു, AAS ആയിരുന്നു. ഇനി അത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഈ AAS തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്ലെയിം അറ്റോമൈസേഷൻ AAS, ഫ്ലെയിം അറ്റോമൈസേഷൻ AAS അറ്റോമൈസേഷൻ, പിന്നെ ഒന്ന് ഇലക്ട്രോ തെർമൽ അറ്റോമൈസേഷൻ. അപ്പോൾ അറ്റോമൈസേഷൻ്റെ ബേസിസിൽ തന്നെ നമ്മൾ 2 ടൈപ്പ് എന്തുണ്ട്, AAS ഉണ്ട്, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അറ്റോമൈസേഷൻ. അപ്പോൾ ഇലക്ട്രോ തെർമലും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെയിം അയണൈസേഷനും ഉണ്ട്. നമ്മളെന്താ പറഞ്ഞത്, ഫ്രീ ആറ്റംസ് നമ്മുടെ മോളിക്യൂൾസിനകത്ത് എന്തായാലും സാമ്പിളിനകത്ത് ചിലപ്പോൾ കോമ്പൗണ്ടിൻ്റെ ഫോമിലായിരിക്കാം, ചിലപ്പോൾ മോളിക്യൂളിൻ്റെ ഫോമിലായിരിക്കാം, അങ്ങനെ പല ഫോമിലായിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് എന്ത് വേണം, അതിനെ ഫ്രീ ആറ്റംസ് ആയിട്ട് മാറ്റണം. എന്തായാലും എന്തെങ്കിലും കോംപ്ലക്സോ കോമ്പൗണ്ട്സോ ആയിട്ടായിരിക്കും നമ്മുടെ ഫുഡിനകത്ത് ഉണ്ടാവുക. നമ്മളതിനെന്ത് ചെയ്യണം, ന്യൂട്രൽ ആറ്റംസ് ആയിട്ട് അതിനെ മാറ്റണം, ഫ്രീ ആറ്റംസ് ആയിട്ട് അത് മാറ്റണം. അതിനാണ് നമ്മൾ അറ്റോമൈസേഷൻ എന്ന് പറയുക. അതിനാണ് നമ്മൾ എന്താ പറയുക, അറ്റോമൈസേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴാണ്, അതായത് നമ്മളൊരു ഫ്ലെയിമിലൊക്കെ വെക്കും, അപ്പോഴാണ് ഇതെന്തായിട്ട് മാറുന്നത്, ഫ്രീ ആറ്റംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ എന്തെന്ന് പറയുക, അറ്റോമൈസേഷൻ എന്ന് പറയാം. സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോൾവെൻറ്റ് അത് പെട്ടെന്ന് എന്ത് സംഭവിക്കും, ഇവാപ്പറേറ്റ് ചെയ്യും. നമ്മളിതുപോലുള്ള ഫ്ലെയിമിൽ വെക്കുമ്പോൾ, ഹൈ ടെമ്പറേച്ചറിനകത്ത് വെക്കുമ്പോൾ നമ്മുടെ സോൾവെൻറ്റ് എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ ആരേ ബാക്കിയാവുള്ളൂ, ആ സോളിഡ് പാർട്ടിക്കിൾസ് മാത്രം അതിനകത്ത് ബാക്കിയാവും. അങ്ങനെ ആ സോളിഡ് പാർട്ടിക്കിൾസ് മാത്രം ബാക്കിയാകുമ്പോൾ അതെന്താവും, വേപ്പറൈസ്ഡ് ആവും. എന്നിട്ട് എന്തായിട്ട് മാറും, ആറ്റംസ് ആയിട്ട് മാറും. അങ്ങനെ ആറ്റംസ് ആയിട്ട് മാറിയാൽ അതെന്ത് ചെയ്യും, UV ലൈറ്റിനൊക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അറ്റോമൈസേഷൻ ചെയ്യുക, സാധാരണ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ സാമ്പിളിനെ കൊണ്ടുവരണം.
അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ സോൾവെൻറ്റ് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിമിലൊക്കെ വെക്കുമ്പോൾ അതെന്ത് സംഭവിക്കും, പെട്ടെന്ന് അത് ഇവാപ്പറേറ്റ് ആയിട്ട് മാറും. പിന്നെ അതിനകത്ത് സോളിഡ് മോളിക്യൂൾസേ ബാക്കി ഉണ്ടാവുള്ളൂ, സോളിഡ് കോമ്പോണൻസ്. ആ സോളിഡ് കോമ്പോണൻസ് പെട്ടെന്ന് വാപ്പറൈസ്ഡ് ആവും, എന്നിട്ടത് ഫ്രീ ആറ്റംസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ 2 ടൈപ്പ് പറഞ്ഞില്ലേ, ഇലക്ട്രോ തെർമലും ഫ്ലെയിം എമിഷനും പറഞ്ഞില്ലേ, ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയും പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഫ്ലെയിമിൻ്റെത് നോക്കാം. ഓക്കെ, ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു നെബുലൈസർ ബേണർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? അറ്റമൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഒരു നെബുലൈസർ ബർണർ. ഓക്കെ, ബർണർ സിസ്റ്റം നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ സൊല്യൂഷനെ വേപ്പറാക്കി മാറ്റാൻ സാധിക്കും. സൊല്യൂഷൻ എന്താണ്? വേപ്പറാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സൊല്യൂഷന് നെബുലൈസ് ബർണറിലെ അപ്പോൾ എന്ത് ചെയ്യും? നെബുലൈസ് ചെയ്യും. നെബുലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ടൈനി ഡ്രോപ്സ് ആക്കി മാറ്റുക അല്ലേ, ടൈനി ഡ്രോപ്സ് ആക്കി മാറ്റുക. അങ്ങനെ നെബുലൈസ് ചെയ്ത് നമ്മുടെ സാമ്പിളിനെ ഫ്യൂവലായിട്ട് അതുപോലെ തന്നെ ഒരു ഓക്സിഡൻ്റൊക്കെ ആയിട്ട് മിക്സ് ചെയ്യും. ഓക്സിഡൻ്റൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? ബേൺ ചെയ്യും. അപ്പോൾ അതെന്തായിട്ട് മാറും? ഫ്രീ ആറ്റംസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കവിടെ ഇങ്ങനെ അത് എന്താണ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആറ്റംസ് ഉണ്ടാവുന്നുണ്ട്, അയോൺസും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ആറ്റംസ് നമുക്ക് ആവശ്യമാണല്ലോ. നമുക്കിവിടെ അയോൺസ് നമുക്കിവിടെ ആവശ്യമാണല്ലോ, നമുക്ക് ആറ്റംസ് ആണ് വേണ്ടത്. അപ്പോൾ അയോൺസും ഉണ്ടാവും അതുപോലെ തന്നെ ആറ്റംസും ഉണ്ടാവും. ഏത് സമയത്ത്? നമ്മളിങ്ങനെ ഫ്ലെയിമിൽ കാണിക്കുന്ന ടൈമിൽ എന്തായാലും ആറ്റംസും അയോൺസും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അയോൺസ് ഇല്ലാതിരിക്കാനുള്ള ആ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രം നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ആറ്റംസ് ഉണ്ടാവാനുള്ള ആ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രം, ആ ഒരു വേവ് ലെങ്ത് അല്ല, പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നല്ല പറഞ്ഞത്, ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, അതായത് അയോൺസ് ഇല്ലാതെ ആറ്റംസ് മാത്രം വരുന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനകത്ത് എന്ത് ചെയ്യാം? ഇതിനെ അറ്റോമൈസേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അറ്റംസ് മാത്രം വരും. അപ്പോൾ അറ്റമൈസേഷൻ ഇവിടെ പ്രത്യേകം നടക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഏതിൻ്റെ കേസിൽ വരുന്നുള്ളത്? നമ്മുടെ ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ്റെ കേസിൽ വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മളടുത്തത് ഇലക്ട്രോ തെർമലിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ സാമ്പിൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുള്ളത് നെബുലൈസർ ബർണർ വെച്ചിട്ടല്ല, പകരം എന്താണ്? സ്റ്റേജസ് ആയിട്ട്, അത് ഇലക്ട്രിക്കലി സ്റ്റേജസ് ആയിട്ടാണ് നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രാഫൈറ്റ് ട്യൂബ് എടുത്തിട്ട് ഇവിടെ ഇലക്ട്രിക്കലി സ്റ്റേജസ് ആയിട്ടാണ് ഒരു ഗ്രാഫൈറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഗ്രാഫൈറ്റ് ട്യൂബിനകത്ത് നമ്മൾ ഗ്രാഫൈറ്റ് ഫർണൈസ് എന്ന് പറയും. അതിനകത്ത് നമ്മൾ സ്റ്റേജസ് ആയിട്ട് ഇലക്ട്രിക്കലി ആണ് അതിനെ എന്താ ചെയ്യുന്നുള്ളത്? അറ്റോമൈസേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഇലക്ട്രോ തെർമൽ അറ്റോമൈസേഷൻ ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ കൂടി പറഞ്ഞുതരാം. അതായത് എന്തൊക്കെയാണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ പറഞ്ഞു UV ലൈറ്റ് ആവശ്യമാണ് അല്ലേ, UV ലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? ഒരു റേഡിയേഷൻ സോഴ്സ് വേണം അല്ലെ, ഒരു റേഡിയേഷൻ സോഴ്സ് നമുക്കിവിടെ ആവശ്യമാണ്. നമ്മളത് കോമൺ ആയിട്ട് കാത്തോഡ് ലാമ്പോ അല്ലെങ്കിൽ ഇലക്ട്രോഡ് ലെസ് ഡിസ്ചാർജ് ലാമ്പോ അതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമുക്കൊരു അറ്റോമൈസർ വേണം അല്ലെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല അറ്റോമൈസേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അറ്റോമൈസർ വേണം. ഒന്നെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റ് എടുക്കാം, ഗ്രാഫൈറ്റ് ഫർണസ് എടുക്കാം, അല്ലെങ്കിൽ നെബുലൈസർ ബർണർ സിസ്റ്റം യൂസ് ചെയ്യാം. അതേതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് മോണോക്രോമാറ്റർ വേണം. മോണോക്രോമാറ്റർ വേണം. മോണോക്രോമാറ്റർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ഇവിടെ UV വിസിബിൾ ഗ്രേറ്റിംഗ് മോണോക്രോമാറ്ററാണ് യൂസ് ചെയ്യുക. UV വിസിബിൾ ഗ്രേറ്റിംഗ് മോണോക്രോമാറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. പിന്നെ നാലാമതായിട്ട് ഡിറ്റക്ടറാണ്. ഡിറ്റക്ടർ ഇല്ലാതെ കാര്യം നടക്കില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ ഡിറ്റക്ടറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ക്ലാസ്സിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് SSD യൂസ് ചെയ്യാം. SSD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടർ. സോളിഡ് സ്റ്റേറ്റ് ഡിറ്റക്ടർ. അപ്പോൾ നമുക്ക് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബോ SSDയോ നമുക്ക് ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സാധാരണ നമുക്കറിയാവുന്നതല്ലേ എന്ത് വേണം? ഒരു റീഡ് ഔട്ട് ഡിവൈസ് കൂടി വേണം. അപ്പോൾ ഇത്രയാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിൻ്റെ കേസിൽ നമ്മൾ നോക്കാനുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കേസിൽ. ഓക്കെ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ മിൽക്ക് സാമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രൈക്ലോറോ അസിറ്റിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ട്രൈക്ലോറോ അസിറ്റിക് ആസിഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻസിനെ നമ്മൾ എന്തായാലും പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യാറുണ്ട് മിൽക്കിൻ്റെത്. പിന്നെ വെജിറ്റബിൾ
വെജിറ്റബിൾ ഓയിൽസിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മിൽക്കിനെ അനലൈസ് ചെയ്യും, വെജിറ്റബിൾ ഓയിൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ആ വെജിറ്റബിൾ ഓയിലിനെ എടുത്തിട്ട് നമ്മൾ എന്താണ് ഒരു ഓർഗാനിക് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും. അതായത് അസറ്റോണോ അല്ലെങ്കിൽ എത്തനോൾ അതുപോലുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിസോൾവ് ചെയ്തിട്ട് അതിനെ ഫ്ലെയിം അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽസ് അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് സാമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് മിനറൽ എലമെൻറ്റ്. നമ്മുടെ ഫുഡിനകത്ത് മിനറൽസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ അയൺ, കാൽഷ്യം എന്നൊക്കെ പറഞ്ഞാൽ പലതരം മിനറൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ക്വാണ്ടിറ്റി മെഷർമെൻറ്റിന് വേണ്ടി നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മിനറൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഉണ്ടല്ലോ, നമ്മുടെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം അത് ഒഴിച്ച് ബാക്കിയുള്ളതിനായിട്ട് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ബയോളജിക്കൽ സാമ്പിൾസ് ആയിട്ടുള്ള ബ്ലഡ്, പ്ലാസ്മ, സലൈവ, CSF, മിൽക്ക്, പ്ലാന്റ് എക്സ്ട്രാക്ട്സ്, സെൽസ്, ഇതിൻ്റെയൊക്കെ അനലൈസിസിന് വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അനലിറ്റിക്കൽ ടെക്നിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബയോകെമിസ്ട്രി വീഡിയോ തന്നെ ആയിരിക്കും. അത് തീർത്തതിന് ശേഷം മാത്രമേ വെറ്റിനറി ചെയ്യാൻ പറ്റുള്ളൂ. ബയോകെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെറ്റിനറി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 2 ദിവസം കൂടി, ഇന്നും നാളെയും കൂടി നമുക്ക് വീണ്ടും എന്ത് വേണ്ടി വരും, ബയോകെമിസ്ട്രി വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തുക. സോ താങ്ക് യു.